നമസ്കാരം. പാലാ നഗരസഭയിൽ ഇനി കോൺഗ്രസിന് റോളില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഇനി തീരുമാനിക്കുന്നത് കാപ്പനും ജോസഫ് ഗ്രൂപ്പുമാണ്. ഇതിൽ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും നേതാക്കൾ വിട്ടുനിന്നത്. UDF പിന്തുണയോടെ പാലാ നഗരസഭയുടെ ചെയർപേഴ്സണായി സ്വതന്ത്ര മുന്നണി പ്രതിനിധി ദിയ ബിനു സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് ബഹിഷ്കരിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം പ്രതിഷേധിച്ചത്. പാലാ നഗരസഭയിൽ UDF BJPക്ക് കീഴടങ്ങിയെന്ന് LDFും ആരോപിച്ചതോടെ പാലയിൽ പോര് കടുക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തെ പാടെ ഒഴിവാക്കി മാണി സി കാപ്പനും ജോസഫ് ഗ്രൂപ്പും ചേർന്നെടുത്ത തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായിരുന്നു എന്നാണ് 2 ദിവസമായി നടന്നു വന്നുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് കൗൺസിലർമാർ DCCയെ സമീപിക്കുകയും തങ്ങൾക്ക് പിന്തുണ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും നേതൃത്വം പറയുന്നത് അനുസരിക്കാൻ അവരെ നിർബന്ധിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം ഒരിടത്ത് പോലും തങ്ങൾ UDFന് പിന്തുണ കൊടുക്കുന്നു എന്ന് ബിനു പുളിക്കണ്ടം പറഞ്ഞിട്ടില്ല. തങ്ങൾ ആരുടെ കയ്യിൽ നിന്നും പിന്തുണ സ്വീകരിക്കണമെന്ന ചർച്ച മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പാലാ നിയോജക മണ്ഡലം UDF ചെയർമാനും കോൺഗ്രസ് നേതാവുമായ പ്രൊഫസർ സതീഷ് ചുള്ളാനി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് N സുരേഷ്, സന്തോഷ് മണർക്കാട്, സാബു എബ്രഹാം തുടങ്ങിയ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃനിരയിലെ ആരും സത്യപ്രതിജ്ഞാ സമയത്ത് എത്തിയിരുന്നില്ല. മണ്ഡലം പ്രസിഡന്റ് നഗരസഭാ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും സത്യപ്രതിജ്ഞ നടക്കുന്ന ഹാളിൽ ഉണ്ടായിരുന്നില്ല. കൗൺസിൽ ഹാളിൽ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്ന ഉടൻ തന്നെ ഒരു ജോസഫ് ഗ്രൂപ്പ് നേതാവ് പുറത്തുനിന്ന് ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചുവെങ്കിലും ഏറ്റുവിളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. തങ്ങൾ അപമാനിക്കപ്പെടുകയാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാട്. UDF ഭരണം നേടിയെടുത്തു എന്ന് വീമ്പ് പറയുന്നുണ്ട് എങ്കിലും മുനിസിപ്പൽ ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ സ്വതന്ത്രന്മാർക്കാണ്. കോൺഗ്രസിന് അർഹതപ്പെട്ടത് കിട്ടിയിട്ടില്ല. വൈസ് ചെയർമാൻ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ചുമതലയുള്ളത് കൊണ്ട് മാത്രം മായാ രാഹുൽ തന്നെ വഹിക്കും. പിന്നീട് ആകെയുള്ളത് 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ മാത്രമാണ്. നഗരസഭയിലെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ അതിൽ 2 കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കാനുള്ളതാണ്. പിന്നെ കോൺഗ്രസിന് മിച്ചം ഒന്നുമില്ല. പിന്നെ എന്തിനായിരുന്നു ഈ പ്രഹസനമെന്നും കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നുണ്ട്. അതേസമയം പാലാ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇന്ന് സംഭവിച്ചത് BJPയുടെ വിജയമാണെന്നും അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസും UDFും BJPക്ക് കീഴടങ്ങുന്ന കാഴ്ചയാണ് കണ്ടതെന്നുമാണ് LDF ജില്ലാ കൺവീനറും കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റുമായ പ്രൊഫസർ ലോപ്പസ് മാത്യു ആരോപിച്ചത്. യഥാർത്ഥത്തിൽ UDF ആയി മത്സരിച്ച് വിജയിച്ച ഒരു കൗൺസിലർക്കും അധികാര സ്ഥാനം നൽകുകയുണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് പല വാർഡുകളും UDF BJP കൂട്ടുകെട്ടാണ് ഉണ്ടായത്. BJPയിലെ പല വാർഡുകളിൽ നിന്നും മാറി പിന്തുണ നൽകി. മത്സരിച്ച വാർഡുകളിൽ നിന്നായി ആകെ 325 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. ബാക്കി വോട്ടുകൾ UDFനെ തുണച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം പൂർണ്ണമായും BJPക്ക് കീഴടങ്ങുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഇടപെട്ട് ഉണ്ടാക്കിയിരുന്ന ഈ ബാന്ധവം പാലായിലെ കോൺഗ്രസിലും അണികളിലും വിള്ളലുണ്ടാക്കിയിട്ടുണ്ട് എന്നും ലോപ്പസ് മാത്യു വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ ധാർമ്മികത വെടിഞ്ഞ് ഒരുവിധ കൂട്ടുകെട്ടനും LDF തയ്യാറായിട്ടുമില്ല. പ്രതിപക്ഷ നേതാവായിരുന്ന കോൺഗ്രസ് നേതാവിനെ പരാജയപ്പെടുത്തിയ ആളെ ഭരണം പിടിക്കാൻ വൈസ് ചെയർപേഴ്സൺ ആക്കേണ്ട ഗതികേട് കൂടി പിന്തുണയ്ക്കുന്ന കോൺഗ്രസിനുണ്ടായി എന്നും ലോപ്പസ് മാത്യു വ്യക്തമാക്കുന്നുണ്ട്.